എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 26 തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പെൻഷൻ ജീവനക്കാരോട് ക്രൂരത കാട്ടി ഇലക്ഷൻ സമയത്ത് പെൻഷൻ ചർച്ചയാക്കാൻ ശ്രമം. സാധാരണഗതിയിൽ 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാറുള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് മുമ്പോട്ടാക്കുകയല്ലാതെ പിന്നോട്ട് ആക്കാറും ഇല്ല. എന്നാൽ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 25 മുതൽ വിതരണം ആരംഭിക്കും എന്ന് ദേശാഭിമാനിയും കൈരളിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വഴിയെ കാണിക്കാം. അതിനു പുറമെ കൃത്യമായിട്ടുള്ള ഉത്തരവും ഇതിനു മുമ്പ് തന്നെ 2-ാം തീയതി തന്നെ ഇറങ്ങിയതുമാണ്. എന്നാൽ പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക ഇന്നലെ 3700 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിട്ടും തുക വന്നിട്ടും ഇന്ന് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ് ആ പെൻഷൻ തുക ആരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് DBTയുമായി ബന്ധപ്പെട്ടപ്പോൾ ചില ആളുകൾക്ക് അറിയാൻ കഴിഞ്ഞത് 31-ന് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണത്തോടൊപ്പം മാർച്ച് മാസത്തേതു കൂടി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പെൻഷൻ വിതരണം ആരംഭിക്കാത്തത് എന്നാണ്. അങ്ങനെയെങ്കിൽ പെൻഷൻ കയ്യിൽ വിതരണം ചെയ്യുമ്പോഴേക്കും 3-ാം തീയതി 4-ാം തീയതിക്കാകും. പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും 4000 രൂപ ഒരുമിച്ച് കയ്യിൽ വിതരണം ചെയ്യുക. ഇതൊരു ഇലക്ഷൻ പ്രചരണത്തിന് ക്ഷേമ പെൻഷൻ 4000 രൂപ ഒരു ചർച്ചയാക്കാൻ വേണ്ടി മനഃപൂർവ്വം മാർച്ച് മാസത്തേത് വൈകിപ്പിച്ചതാണ് എന്നുള്ള ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പൊ നാളെയും പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്കത് ഉറപ്പിക്കാം. മാർച്ച് 31 മുതൽ 2 മാസത്തെ പെൻഷൻ, അതായത് 2 തവണകളായിട്ട് 2000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ പെൻഷൻ കാത്തിരിക്കുന്ന, അതായത് ഈ പെൻഷൻ കിട്ടിയിട്ട് വേണം മരുന്ന് വാങ്ങാനും അതുപോലെ തന്നെ നിത്യജീവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അങ്ങനെയുള്ള ആളുകൾക്ക് മനഃപൂർവ്വം 5 ദിവസത്തേക്ക് പെൻഷൻ താമസിപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഏത് ഇലക്ഷൻ തന്ത്രമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് സർക്കാരിന് ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടല്ല. ഇന്നലെ 3700 കോടി രൂപ കടമെടുത്തതാണ്. അതുകൊണ്ട് ഫണ്ടില്ല എന്ന് പറയാനാകില്ല. എന്നിട്ടും മനഃപൂർവ്വം ഇത്തരത്തിൽ ഇത് താമസിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഞാൻ പറഞ്ഞ സ്ക്രീൻഷോട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. വിഷു കൈനീട്ടമായി ക്ഷേമ പെൻഷൻ ഈ മാസം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് 4000 രൂപ എന്നുള്ളതാണ്. ഇതിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ 31-ന് വിതരണം ആരംഭിക്കും എന്ന് പറയുന്നു. അതുപോലെ ഇതിന്റെ അവസാനത്തിൽ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. ഇത് കൈരളിയുടെ ഓൺലൈൻ ന്യൂസിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ദേശാഭിമാനിയിലും ഇതേപോലെ വന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അതേസമയം സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 മാസത്തേത് വിതരണം ആരംഭിച്ചു എന്നാണ് ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. പല ആളുകൾക്കും 1600 ഒരു മാസത്തേത് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 4 മാസത്തേത് നാളേക്ക് ആയിട്ട് ലഭിക്കുന്നതാണ്. ഓരോ ഗഡുക്കളായിട്ടായിരിക്കും, അതായത് 1600 വെച്ച് 5 തവണകളായിട്ടായിരിക്കും 5 മാസത്തേതാണ് എങ്കിൽ കയറുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച ഫോൺ കോൾ നിങ്ങൾ കേൾക്കുക. ഹലോ, നമസ്കാരം. ഹലോ, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡല്ലേ? അതെ. എന്താ മാഡം പെൻഷൻ? 5 മാസത്തെ പെൻഷൻ അയച്ചു കേട്ടോ. 5 മാസത്തെ പെൻഷൻ അയച്ചു. അത്രേ ഉള്ളൂ? മൊത്തം ക്ലോസ് ചെയ്യുന്ന പറഞ്ഞിട്ടപ്പോ മുടക്കുള്ളതൊക്കെയും? മുടക്കുള്ളത് ഉടനെ തരും. ഇപ്പൊ 5 മാസത്തെ അയച്ചുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. ആദ്യം പകുതി ഉണ്ടാകും എന്ന് പറഞ്ഞു, പിന്നീട് മുഴുവൻ 18 മാസത്തെ കുടിശ്ശിക മുഴുവൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇപ്പോൾ 5 മാസത്തേതാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത് 1 മാസത്തേതുമാണ്. ഇതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. 1600-ൽ കൂടുതൽ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ക്ഷേമ പെൻഷൻ നാളെയും കിട്ടിയിട്ടില്ല എങ്കിൽ 31-ന് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് വോട്ടിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് KCBയുടെ അറിയിപ്പ് ഇങ്ങനെയാണ്.
സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കണക്ഷനുകളെല്ലാം പ്രീപെയ്ഡ് സംവിധാനത്തിലേക്ക് മാറ്റുന്ന നടപടികൾ പൂർത്തിയായി. ഇതോടെ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 1,35,000-ലധികം ഉപഭോക്താക്കളാണ് പ്രീപെയ്ഡ് ബില്ലിംഗിലേക്ക് മാറുന്നത്. KSEB ആസ്ഥാനമായ തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ സ്മാർട്ട് മീറ്റർ ഓപ്പറേഷൻ സെന്റർ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സർക്കാർ ഓഫീസുകൾക്ക് പുറമെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ, ഇലക്ട്രിക്കൽ ഡിവിഷൻ അതിർത്തികൾ, സബ്സ്റ്റേഷൻ ഫീഡറുകൾ, ഹൈടെൻഷൻ ഉപഭോക്താക്കൾ എന്നിവർക്കും സ്മാർട്ട് മീറ്ററുകൾ നൽകുന്നുണ്ട്. നിലവിൽ എല്ലാ ലോ ടെൻഷൻ സർക്കാർ കണക്ഷനുകളിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആകെ 1,72,697 കണക്ഷനുകൾ ഇതിനകം സ്മാർട്ട് മീറ്ററുകളിലേക്ക് മാറി. മുഴുവൻ ഫീഡറുകളിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് നാഷണൽ ഫീഡർ മോണിറ്ററിംഗ് NFMS സിസ്റ്റത്തിലേക്ക് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ പോസ്റ്റ്പെയ്ഡ് രീതി തുടരും. എന്നാൽ സ്മാർട്ട് മീറ്ററിൽ നിന്നും ലഭിക്കുന്ന മീറ്റർ റീഡിംഗ് ഡാറ്റ ബില്ലിങ്ങിന് ഉപയോഗിക്കും. ആദ്യഘട്ട നടപടികൾ പൂർത്തിയാകുന്ന മുറക്ക് ഇവയും പ്രീപെയ്ഡിലേക്ക് മാറ്റുന്നതാണ്. സ്മാർട്ട് മീറ്റർ ഉപഭോക്താക്കൾക്ക് ബാലൻസ് പരിശോധിക്കുന്നതിനും റീചാർജ് ചെയ്യുന്നതിനുമായി cportal.kseb.in എന്ന വെബ്സൈറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ KSEB Plus എന്ന മൊബൈൽ ആപ്ലിക്കേഷനും വൈകാതെ ലഭ്യമാകുന്നതാണ്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങൾ ടോട്ടക്സ് മാതൃക പിന്തുടർന്നപ്പോൾ ഉപഭോക്താക്കളിൽ നിന്നും ഉയർന്ന നിരക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കാൻ കേരളം സ്വന്തമായി ബദൽ മാതൃക തയ്യാറാക്കുകയായിരുന്നു. 15% കേന്ദ്ര സഹായം ലഭിക്കുന്ന ടോട്ടസ് മാതൃക അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പദ്ധതി നടപ്പിലാക്കാൻ ഈ ബദൽ രീതിയിലൂടെ കേരളത്തിന് സാധിച്ചു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2026 ആഗസ്റ്റ് മാസത്തോടു കൂടി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇസ്കാമെക്കോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈസിയ സോഫ്റ്റ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ കരാർ എടുത്തിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. റീചാർജ് ചെയ്യേണ്ടി വരും. ഇത് നടപ്പിലാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് കൂടുതൽ വൈദ്യുതി ബില്ല് വരുന്ന 3 ഫേസ് കണക്ഷൻ ഉള്ള ഉപഭോക്താക്കൾക്കെല്ലാം ഇതിനകം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകൾക്കും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബാലൻസ് പരിശോധിക്കാനും KSEB Plus ആപ്പിലൂടെ സാധിക്കും. ആപ്പ് ഉടൻ പുറത്തിറങ്ങും. www.cportal.kseb.in എന്ന വെബ്സൈറ്റിലും ഇത് സാധിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.